നേരം വെളുത്തോ? അയ്യ പൊട്ടിച്ചിട്ട് കഴിക്കാം. കുറച്ച് കഴിച്ചു തരട്ടെ? എരിവുണ്ടോ? എരിവൊന്നുമില്ല. വെള്ളം എടുത്തില്ലേ? വെള്ളം എടുത്തിട്ടോ? ഞാൻ പഞ്ചായത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോണം കുറച്ച് കഴിഞ്ഞിട്ട്. നാളെ മറ്റേ രാജേന്ദ്രൻ്റെ അവിടുത്തെ കല്യാണത്തിന് പോകണ്ടോ? അതിന് അവനെ വിടണം. വെള്ളം തരട്ടെ? വെള്ളം ഉണ്ടോ? ശകലം കൂടെ കഴിച്ചോ. ശകലല്ലേ കഴിച്ചുള്ളൂ. മതി. നീ കിടക്കാ. പൊട്ടിച്ചിരി ഇറങ്ങാൻ. ഇച്ചിരിയും കൂടി ഇറങ്ങാൻ. ശരിയായോ? അത് ജീരകവെള്ളം ഉണ്ടാക്കിയ തൊണ്ട ഭയങ്കര ഒരു ശരി. രാജമാഷോ? അത് ആ മുറ്റൊന്നും അടിച്ചില്ല. ആ ഇരിക്കാൻ മാഷിന് അവിടെ ഒന്ന് ബേഫൊക്കെ ഒതുക്കി മാറ്റി വെക്കും. രാജമാഷാണ്, അറിയോ? പക്ഷെ കേൾക്കുക. കുടിക്കാനുള്ള ഗ്ലാസും ചൂടുവെള്ളം നന്നായി. ചെറു ചൂട് മതി കേട്ടോ. പിള്ളേരൊക്കെ ഒന്ന് വിളിച്ചേ. പിള്ളേരെ ഇങ്ങോട്ട് വാ. രാജമാഷ് വന്നിരിക്കുന്നോ? ആ, ഒരു പടയുണ്ടല്ലോ. എല്ലാരും സ്കൂളിൽ പോകാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് മാഷേ. മോള് പഠിക്കാലോ. കൊച്ചെത്രയല്ല പഠിക്കണ? അങ്ങ് വന്നേ. ഞാൻ 6-ല്. നല്ല നന്നായിട്ട് പഠിക്കൂലേ? നീയോ? ഒരു കോഴ്സ് ചെയ്യാം. അതെ. എന്താ പേര്?
ഞാൻ 10ൽ പഠിക്കുന്നു. ആ. എന്റെ പേര് അൽഫോൻസ. ആ ചോദിച്ചത് പറഞ്ഞാ മതി, ചോദിക്കാത്തൊന്നും പറയണ്ട. കാരണം എടുത്തിയാലും പറയണ്ട, മാഷക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ പറയാ, പറയണ്ടാത്തതൊന്നും പറയണ്ട. ചോദിച്ചതിന് മറുപടി തരിക, കേട്ടില്ലേ? എന്താ വിഷമായോ ഞാനത് പറഞ്ഞപ്പോ? ആ, ഈ മാഷ് ഇങ്ങനെയാണ്, കുറച്ച് കടുപ്പത്തിൽ പറയും. കൊച്ചിന്റെ പേരെന്താ? അമല അല്ലേ? നന്നായി പഠിക്കോ? നമ്മളെന്ത് ചെയ്യണു? വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എവിടെ കുട്ടികളുടെ അച്ഛൻ? എന്താ പറ്റിയേ? ഞാൻ ആ തോമസ് മാഷിന്റെ അതിൽ പോയപ്പോ മാഷ് പറഞ്ഞേ എല്ലാവരും ഓടി നടന്നിരുന്ന ഏട്ടനാണ് രാജേട്ടൻ. എന്താ പേര്? ബാബു എന്നല്ലേ? എനിക്ക് തെറ്റിയതാ. അപ്പൊ അത് പറഞ്ഞു, അതാ ഈ വഴി ഒന്ന് കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാന് അപ്പൊ ബാക്കിയുള്ള ചെലവൊക്കെ എങ്ങനെ നടക്കുക? അതെ അല്ലേ? ആ, ആയിക്കോട്ടെ. പിള്ളേര് സ്കൂളിൽ പോയുള്ള തിരക്കാവും. എനിക്ക് മക്കളോടൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ നന്നായി പഠിച്ച്, ഇനി അച്ഛന് വയ്യ എന്നൊന്നും വിചാരിക്കണ്ട. പഠിച്ചിട്ട് നിങ്ങൾക്ക് എവിടം വരെ പഠിക്കാൻ പറ്റുമോ, എവിടം വരെ ഉയരാൻ പറ്റുമോ, ആ പൈസ മാഷ് മുടക്കി തരാം. നിങ്ങൾ നന്നായി ജോലി ചെയ്തിട്ട് നന്നായി ജോലി വാങ്ങണം പഠിച്ചിട്ടേ. അപ്പോൾ ഏതാണ് IAS IPS ഇനി എന്താ ടീച്ചറോ, ഏത് ജോലിയാണ് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത്, അതിന് പൈസ ഇല്ലാതെ ഇതിലേറ്റവും കൂടുതൽ മാർക്ക് വേണ ആള് മനസ്സുകൊണ്ട് വിഷമിച്ച് പഠിക്കാതിരിക്കണ്ട. ആ കാര്യം മാഷ് ചെയ്തു തരാം, നിങ്ങളെ പഠിപ്പിച്ചു തരാം. പക്ഷെ ജോലിയും വാങ്ങി തരാം. പഠിക്കണം, കേട്ടില്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? എന്നാൽ എല്ലാവരും വേറെ സ്കൂളിലേക്ക് പോക്കോട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് മക്കൾ മാഷിനെ വിളിച്ചാൽ മതി കേട്ടോ. ബാബു എവിടെയാ കിടക്കണേ? എവിടെയാണ്? ഉറക്കായിരിക്കൂലേ? ചെറിയൊരു മയക്കമുണ്ട്. രാജമാഷ് വന്നേക്കുന്നോ? എന്നീച്ചേ, നിങ്ങളെ കാണാൻ വന്നതാ. മാഷെ വയ്യാതെയായി. 3-4 വർഷമായി കിടപ്പ്. എന്താ ചെയ്യാ? ദൈവം എന്താ വിരിക്കാൻ അനുഭവിക്കുക. ഈ റൂമ് മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ. ഭക്ഷണം കുറേശ്ശെ കഴിക്കാൻ കിടന്നു. മക്കളുടെയൊക്കെ കാര്യം ഓർത്ത് ആകെ വിഷമ മാഷെ. മാഷിന് സുഖല്ലേ? ബാബു, പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ ഇതൊക്കെ ചെറുത് അനുഭവിക്കണം. ഇപ്പം നാളെ ഞാൻ എങ്ങനെയാന്ന് ബാബുവിന് എങ്ങനെ അറിയാം? ബാബു വിഷമിക്കണ്ട, ഇതൊക്കെ ഈശ്വരൻ മാറ്റും. നമുക്ക് ഉള്ളിലെ മനസ്സിൽ നല്ല സത്യസന്ധമായി പ്രാർത്ഥിച്ച് എല്ലാവരെയും സ്നേഹിച്ച് കഴിയുക കേട്ടോ. ബാബു പേടിക്കണ്ട കേട്ടോ. ഞാൻ ഇടയ്ക്ക് ബാബുവിനെ വന്ന് കണ്ടോളാം. ബാബു, ഇത് വാങ്ങിക്കോ. മാഷെ വേണ്ട മാഷെ. മാഷ് മാഷിന്റെ ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവമായിട്ട് മാഷിനെ ഇവിടെ കൊണ്ടുവന്നതാ. നമ്മുടെ ഈ അവസ്ഥയില് ആരും നമ്മളൊന്ന് കാണാനോ
പക്ഷേ ഒരിക്കലും വായിക്കില്ല. മക്കൾക്ക് ഫീസ് കൊടുത്ത് എന്നും സ്കൂളിൽ നിന്ന് വിളിക്കും, ഫീസ് കൊടുത്തിട്ടില്ല. നല്ലൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും എന്നെ കഴിഞ്ഞിട്ടില്ല. വേണ്ട, ഓടുമ്പോ ഒച്ചര കിടക്കട്ടെ. ബാബു, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അപ്പുറത്തെ പൗലോസേട്ടനും അങ്ങനെ വയ്യാതെ കിടക്കണ്ടെന്ന് പറഞ്ഞു. മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക, ഒക്കെ നടത്തുവേ കേട്ടോ, പേടിക്കണ്ട. ശരി കേട്ടോ.